എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ ബുധനാഴ്ചയിൽ നമ്മൾ എന്തൊക്കെ ദൈവങ്ങളെ വഴിപാട് ചെയ്യാം, എന്തൊക്കെ വ്രതങ്ങൾ പിടിക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊൻ കിടത്താലും ബുധൻ കിടക്കാത് എന്ന് പറയും. അതായത് നമ്മൾ ബുധനാഴ്ച എന്ത് കാര്യം ചെയ്താലും അത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കും, പിന്നെയും തുടർന്ന് വൃത്തിയാവും എന്നാണ് പറയുന്നത്. ബുധൻ എന്ന് പറയുന്നത് ഒരു ശുഭഗ്രഹവുമാണ്. ഈ ബുധൻ എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ നല്ലൊരു ശുഭഗ്രഹം. ഈ ബുധനാഴ്ചയുടെ അതിദേവത എന്ന് പറയുന്നത് ബുധൻ ഗ്രഹമാണ്. ഈ ബുധൻ ഗ്രഹത്തിൻ്റെ അധിപതി ആരെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. ഈ ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിജയത്തിലേ പോയി നിൽക്കത്തേ ഉള്ളൂ. തമിഴിൽ ഒരു കഥ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ബുധൻ ആഴ്ചയെക്കുറിച്ചും ബുധഗ്രഹത്തെക്കുറിച്ചും ഒരു കഥ ഉണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ മോനാണ് ബുധൻ. അതായത് ചന്ദ്രൻ, നവഗ്രഹത്തിലുള്ള ചന്ദ്രൻ്റെ മോനാണ് ഈ ബുധൻ. അച്ഛൻ ചന്ദ്രൻ, മോന് ബുധന. അപ്പം ചന്ദ്രൻ ഏതിൻ്റെത്? മനോകാരകനാണ് ചന്ദ്രൻ. നമ്മളുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും കിട്ടാനും മനസ്സ് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കണമെങ്കിൽ ചന്ദ്രൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ചന്ദ്രൻ നല്ല സ്ഥാനത്തിൽ നമുക്ക് ഇരിക്കുമെങ്കിൽ നമ്മുടെ മനസ്സും ഭയങ്കരമായിട്ട് എന്തോ ഒരു ഡെസിഷൻ എടുക്കുമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ഈ ബുധനും ജ്ഞാനം, അതായത് ജ്ഞാനത്തിനും ബുദ്ധിക്കും സക്സസിനും എല്ലാത്തിനും ഫേമസ് ആവാനും എല്ലാത്തിനും നമുക്ക് ഹെൽപ്പായിട്ട് ഇരിക്കുന്നത് ഈ ബുധൻ ഗ്രഹമാണ്. അപ്പം മനസ്സ്, അതായത് നമ്മളുടെ മൈൻഡ് നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് എല്ലാം നമ്മളുടെ മൈൻഡിൽ കയറി നമുക്ക് പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതാൻ പറ്റും. അപ്പം ജ്ഞാനത്തെ തരുന്നത് ആര്? ബുധൻ. അപ്പം മൈൻഡ് ശരിയായിരിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ടിരിക്കും. നമുക്ക് ജ്ഞാനത്തെ തരുന്നത് ബുധഭഗവാൻ. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും വന്നിട്ട് കൊച്ചുങ്ങളെടുത്ത് പറയും പഠിക്കുന്നു പറഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഫീൽ ചെയ്യണം നമ്മൾ പഠിച്ച് നല്ലതുപോലെ ഇരിക്കണം. പിന്നെ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവണം. ഇത് എല്ലാത്തിനും കാരണം ബുധഗ്രഹമാണ്. അപ്പോൾ ബുധഗ്രഹം കറക്റ്റായിട്ടുള്ള സ്ഥാനത്തിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കും. ഇപ്പം അഥവാ നമുക്ക് ബുധൻ ശരിയായ സ്ഥാനത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നാ മഹാവിഷ്ണു വഴിപാട് ചെയ്യാം. ഈ ബുധനാഴ്ചയ്ക്ക് ആരൊക്കെ ദൈവങ്ങളുണ്ടെന്ന് വെച്ചാൽ മഹാവിഷ്ണു, സരസ്വതി, ഹയഗ്രീവർ, വിനായകർ. ഇവർ 4 പേരെ നമുക്ക് ഇഷ്ടദൈവമായിട്ട് ആര് വേണമെങ്കിലും, ഇപ്പം വിനായകർ ഇഷ്ടമുള്ളവർ വിനായകരെ വഴിപാട് ചെയ്യാം, സരസ്വതി ഇഷ്ടമുള്ളവർ സരസ്വതിയെ വഴിപാട് ചെയ്യാം, ഹയഗ്രീവർ, അതുപോലെ തന്നെ മഹാവിഷ്ണു. ബുധഗ്രഹത്തിൻ്റെ അധിപതിയെ മഹാവിഷ്ണുവാണ്. അപ്പോൾ നമ്മൾ അവരെ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മോശ സമയം ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി തരുന്നത് ഈ ദൈവങ്ങളാണ്. എന്തായാലും വിനായകർ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന വെച്ചോ, ബിസിനസ് ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്ക് സക്സസ് തരുന്നത് ഈ ബുധൻ ഗ്രഹം തന്നെ. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഭയങ്കര ലോസിൽ ബിസിനസ് പോയിട്ടിരിക്കുന്ന വെച്ചാൽ നല്ല ലോസായി. അപ്പോൾ ആ ലോസിൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്കതിൽ പ്രോഫിറ്റ് കിട്ടാനും നമ്മളുടെ ബിസിനസ് സക്സസ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബുധൻ ഗ്രഹവും തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബുധൻ ഗ്രഹം നമുക്ക് അനുകൂലമായി ഇരിക്കുന്ന സമയം നമ്മൾ ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അതും നല്ലത് തന്നെ. അതുപോലെ തന്നെ ഈ ഭാര്യയും ഭർത്താവുടെ അവർ ഒത്തുമയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രഹങ്ങളെ വഴിപാട് ചെയ്യുന്നത് കാട്ടിലും ഗ്രഹങ്ങളിൽ അധിപതിയായ ദൈവങ്ങളുണ്ട്. മഹാവിഷ്ണു, സരസ്വതി, ഹയഗ്രീവർ, വിനായകർ, ഇങ്ങനെയുള്ള ദൈവങ്ങളെ നമ്മൾ വഴിപാട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് ദൈവങ്ങളുടെ അനുഗ്രഹവും കിട്ടും, അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹവും നമുക്ക് ഒരുമിച്ച് കിട്ടും. ഇനി ബുധനാഴ്ച നമ്മൾ എങ്ങനെയാണ് വഴിപാട് ചെയ്യാം, എങ്ങനെ വ്രതം ഇരിക്കാം എന്ന് നമുക്ക് കാണാം. എന്തെന്ന് വെച്ചാൽ ബുധനാഴ്ച രാവിലെ നമ്മൾ എണ്ണിച്ചിട്ട് വീട്ടിലിരിക്കുന്ന വിനായകർക്കോ മഹാവിഷ്ണുക്കോ ഹയഗ്രീവർ, സരസ്വതി ഇങ്ങനെ ആരുണ്ടെങ്കിലും അവർക്കൊക്കെ ഉള്ള പൂജകൾ നമുക്ക് ചെറുതായിട്ട് അവർക്ക് ഒരു വിളക്ക് കത്തിച്ച് നമ്മൾക്ക് ചെറിയ പൂക്കളുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ രാവിലെ അമ്പലത്തിൽ പോയിട്ട് പശു ഉണ്ടെങ്കിൽ പശുവിന് നമ്മൾ പച്ച കളറിലുള്ള അകറ്റിക്കീരയോ ഇല്ല അരഹമ്പുള്ളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ആ ദാനം കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ബുധനാഴ്ച ഗ്രീൻ കളറിലിരിക്കുന്ന എന്ത് സാധനം നമുക്ക് ദാനം കൊടുക്കാം. അതേപോലെ തന്നെ പച്ച പയറും കൂടി നമുക്ക് ദാനം കൊടുക്കാം, അതും ഏറ്റവും നല്ലതാണ്. ഈ ബുധനാഴ്ച നമുക്ക് വ്രതം ഇരുന്ന് മഹാവിഷ്ണുവെ വഴിപാട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വിനായക പെരുമാനെയും വഴിപാട് ചെയ്യാം. 4 ദൈവങ്ങളെ പറഞ്ഞിട്ടുണ്ട്, 4 പേരെ നമുക്ക് വഴിപാട് ചെയ്യാം.
അപ്പം വിനായകർ വഴിപാട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അരുഹമ്പുൽ കിട്ടുവാണെങ്കിൽ അരുഹമ്പുളിൻ്റെ മാല കെട്ടി നമുക്ക് വിനായകർക്ക് സാറ്റാം. പിന്നെ നമ്മൾ ജോലിക്ക് പോകും, രാവിലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നിട്ട് പറ്റുന്നവർ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മളുടെ പേരിൽ ഒരു അർച്ചനയോ പൂജയോ കൊടുത്തിട്ട് വിനായകർക്ക് അരുഹമ്പുൽ സാറ്റി നമ്മൾ വഴിപാട് ചെയ്യാം. അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവാം, ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോവാം. ഇങ്ങനെ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് ബുധൻ ഗ്രഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും മാറി നമുക്ക് എല്ലാ അനുഗ്രഹവുമായിട്ട് കിട്ടും. ഈ ബുധൻ നമുക്ക് ഫേമസ് തരും, സക്സസ് തരും, മനസ്സമാധാനം തരും, എല്ലാം നല്ല നല്ല കാര്യങ്ങളെല്ലാം തരുന്നത് നമുക്ക് ബുധനാണ്. ജ്ഞാനത്തെ തരുന്നതും ബുധനാണ്. ഇപ്പം ഒത്തിരി പഠിച്ചിട്ട് ജോലിയില്ലാത്ത പിള്ളേരുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്താലും അവർക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് സക്സസ് ആവാൻ പറ്റുന്നില്ല എന്താണെന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബുധനാഴ്ച വിനായക പെരുമാണക്ക് വ്രതം ഇരുന്ന് അരുഹമ്പുൽ സാറ്റി വഴിപാട് ചെയ്യുവാങ്കിൽ എന്നാലും ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് കിട്ടും. ജോലി ഇല്ലാത്തവർക്ക് വിനായക പെരുമാൻ എന്തായാലും നമുക്ക് ജോലി മേടിച്ച് തന്നിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ബുധനാഴ്ച വ്രതം പിടിച്ച് ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.